ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. വളരെ സിമ്പിളാണ്. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് വൈറ്റ് സിമൻറ്റും കുറച്ച് കാർഡ്ബോർഡിൻ്റെ പഴയ പീസുകളും അത്രമാത്രം മതിയാകും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസിൽ ഞാൻ അതിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവും എല്ലാം ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പൊക്കം 23 സെൻറ്റിമീറ്റർ, നമുക്കതിൻ്റെ വീതി എന്ന് പറയുന്നത് 11.5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിന് പൊക്കവും വീതിയും കൂടെ വരച്ചിട്ട് അതിൽ നിന്നും ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തു നിന്ന് താഴോട്ട് 9.5 സെൻറ്റിമീറ്ററിന് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് വന്ന് നിൽക്കാനാണ്. എന്നിട്ട് മുകളിൽ 3 സെൻറ്റിമീറ്റർ വീതം ഉള്ളിലോട്ട് അതിൻ്റെ ചരിവ് വന്ന് തീരാൻ വേണ്ടിയുള്ളത് കൊടുത്തിട്ടുണ്ട്. താഴെ 1.5 സെൻറ്റിമീറ്ററിനും മാർക്ക് ചെയ്ത് അടിയിലത്തെ ചരിവും. എന്നിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേ കണക്കത്തെ ഒരു 4 പീസ് കാർഡ്ബോർഡിൻ്റെ പീസ് 4 എണ്ണം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 4 പീസ് കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസുകൾ എല്ലാം കറക്റ്റ് ചേർത്ത് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു ചരിവ് വേണ്ടി വരും, അല്ലെങ്കിൽ കാർഡ്ബോർഡ് പെട്ടെന്ന് വളച്ച് ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം പഴയൊരു PVC പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് അതിനൊന്ന് റൗണ്ടിന് അതിന് പുറത്തൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ അത് ഏകദേശം റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പം ചേർത്ത് ഒട്ടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് ആ ചരിവ് പിടിച്ച ആ എല്ലാ പീസുകളും ചേർത്ത് ഒട്ടിച്ചെടുക്കാം. അപ്പം സെലോ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ചായിരുന്നാൽ നമുക്ക് ആ 4 പീസിനെയും ചേർത്ത് ഒത്തൊട്ടിച്ചെടുക്കാം. അപ്പം 4 പീസും ഒട്ടിച്ചിട്ട് ഇനി അതിൻ്റെ അടി സൈഡും കൂടെ നമുക്ക് അടയ്ക്കണം. അപ്പോൾ ആ അടി സൈഡിൽ അതിൻ്റെ അതേ അളവിന് ഒരു പീസ് നമുക്ക് വെട്ടിയിട്ട് അവിടെയും ആ മാസ്കിൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത കാർഡ്ബോർഡിൻ്റെ പീസുകളെല്ലാം ഒട്ടിച്ച് അതിൻ്റെ അടി സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻറ്റാണ്. വൈറ്റ് സിമൻറ്റും അതിൻ്റെ പശയും കൂടെ. പശയ്ക്ക് പകരം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഫെവിക്കോൾ തന്നെയാണ്. ഫെവിക്കോളിൻ്റെ പശ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം നമ്മൾ വൈറ്റ് സിമൻറ്റിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ വെള്ളവും കൂടെ നല്ല വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. അപ്പം മീഡിയം ഒരു ചെറിയ കട്ടി മതിയാകും. അത് നല്ല ചെറിയൊരു ലൂസിന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ബോക്സിനകത്തോട്ട് ഒഴിക്കാം. ഇനി ഒഴിച്ചിട്ട് അത് മൊത്തം നമ്മുടെ അക സൈഡിൽ പറ്റത്തക്ക രീതിയിൽ കറക്കി എല്ലാ സൈഡിലും നല്ലോണം കറക്കിയെടുക്കാം. അപ്പോൾ അതിനകത്ത് എല്ലാ സൈഡിലും അത് പറ്റും. അപ്പം ഇതേ കണക്ക് ഏകദേശം ഒരു 4-5 തവണയെങ്കിലും നമുക്ക് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇടവിട്ട് നല്ലവണ്ണം അതിനകത്തോട്ട് വൈറ്റ് സിമൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കാൻ നേരത്ത് അതിനകത്തുള്ള കട്ടി കൂടി വരും. അപ്പോൾ ഒഴിച്ചിട്ട് എല്ലാ സൈഡും ഒരേ കണക്ക് തന്നെ റൗണ്ടിന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അകത്ത് ഏകദേശം നല്ലൊരു കനം കിട്ടത്തക്ക രീതിയിൽ ഒരുപാട് തവണ ചിലപ്പോൾ ഒഴിച്ച് കറക്കിയെടുക്കേണ്ടി വരും. എന്നാലേ അകത്ത് ഏകദേശം കട്ടി കൂടി വരത്തുള്ളൂ. അപ്പോൾ ഇതേ കണക്ക് ഓരോ 20 മിനിറ്റ് ആകുമ്പോഴും വൈറ്റ് സിമൻറ്റ് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ ഇതേ കണക്ക് ഒരുപാട് തവണ ഒഴിച്ച് നല്ലവണ്ണം കറക്കിയെടുക്കുക. അക സൈഡ് ഏകദേശം ഞാനൊരു 8 തവണയെങ്കിലും നല്ലവണ്ണം വൈറ്റ് സിമൻറ്റ് ഒഴിച്ച് ഏകദേശം ഒരു കനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ പുറത്തുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ ഇളക്കി മാറ്റാം.
ഇപ്പോൾ കാർബോർഡിൻ്റെ പീസെല്ലാം ഇളകി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അത് ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് ഒന്നും കൂടെ വയർ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി വയർ സിമൻറ്റ് ചെറുതായിട്ടൊരു വലിയ ലൂസാവാതെ ഒരു മീഡിയം കട്ടിക്ക് കുറച്ച് കലക്കിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തും കൂടെ ഒന്ന് വല്ല കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡ് കൊണ്ട് പുട്ടി ബ്ലേഡൊക്കെ കൊണ്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതും ഏകദേശം ഒരു കനത്തിന് നമുക്കതിൻ്റെ ഒരു നല്ലൊരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ എല്ലാ സൈഡിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. അടി സൈഡിലും അതിൻ്റെ പുറത്ത് വരുന്ന എല്ലാ ഭാഗത്തും. അപ്പോൾ ആ തേച്ച് പിടിപ്പിച്ചതൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങാനും കൂടെ വെച്ചേക്കണം. അപ്പം ഏകദേശം ഒരു ദിവസം തികച്ച് വേണ്ട, ഒരു 10 മണിക്കൂർ വല്ലതും ഒന്ന് ഉണങ്ങാൻ വയ്ക്കപ്പോൾ അത് ഏകദേശം നല്ലോണം ഉണങ്ങി കാണും. ഇനി നമുക്ക് ഒരു പേപ്പറുണ്ട്, സാൻഡ് പേപ്പറുണ്ട്, അതിൻ്റെ പുറത്തൊക്കെ ചെറുതായിട്ടൊന്ന് ആ വലിയ തടുപ്പൊക്കെ ഉള്ളതൊക്കെ ഒന്ന് സാൻഡ് പേപ്പറിന് പിടിച്ച് ലെവൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് അതിനകത്ത് ഗ്രൂവൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ഗ്രൂവൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു 4-5 ലൈനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ടിൻ ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു പീസ് വളച്ച് പിടിച്ചിട്ട് അതിനകത്തൂടെ നല്ലവണ്ണം കുഴിച്ച് തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു ലെവലിന് വരച്ചെടുത്താൽ മാത്രം മതി. അത് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് അതിനകത്ത് പിന്നെ റോള് സാൻഡ് പേപ്പർ 80-ൻ്റെ റോള് സാൻഡ് പേപ്പർ കുറച്ച് കീറി എടുത്തിട്ട് അതിനകത്തൂടെ ആ ലൈനിൽ കൂടെ നല്ലവണ്ണം വളച്ച് നല്ലവണ്ണം വരച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള ഗ്രൂവൊക്കെ നല്ല തെളിഞ്ഞു വരും. അപ്പം അതിനകത്ത് കൊടുത്തേക്കുന്ന ഗ്രൂവിനൊക്കെ നല്ല താഴ്ച വേണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം വലിയ റോള് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം കുഴിച്ച് പേപ്പർ പിടിക്കുമ്പോൾ അത് നല്ല കുഴിവ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാ സാൻഡ് പേപ്പറും കൂടെ ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് ഫിനിഷിങ് ചെയ്തും കൂടെ എടുക്കാം. ഇനി ഫിനിഷിങ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. ഇപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് എല്ലാ സൈഡിലും പറ്റത്ത രീതിയിൽ ഒന്നും കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുത്ത് അതും കൂടെ പേപ്പർ പിടിക്കുമ്പോൾ ഏകദേശം നല്ല ഫിനിഷിങ് കിട്ടും. അതിനു വേണ്ടിയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തേക്കുന്നത്. അപ്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിലല്ല നമുക്ക് വൈറ്റ് സിമെൻറ്റിൽ തന്നെ ഫിനിഷിങ് കിട്ടുമെങ്കിൽ അത് മതിയാകും. അപ്പോൾ ഞാൻ ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ആ പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് അത് ഏകദേശം നല്ലവണ്ണം ഉണങ്ങിയിട്ട് നമുക്ക് അതിനെയും കൂടെ പേപ്പർ ഇട്ട് എടുക്കാം. അപ്പം പേപ്പർ ഇടാൻ നേരത്ത് ആ അകത്തുള്ള ലൈനൊക്കെ കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ പേപ്പറിന് പിടിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് പെയിൻ്റാണ്. അപ്പം പെയിൻറ്റിന് കളർ കൊടുക്കെടുത്തേക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പം ഞാനിവിടെ റെഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തെ സൈഡിലൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടി സൈഡിലും കൂടെ വേണമെങ്കിൽ നമുക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകൾ സൈഡിൽ അവിടെ ഞാൻ ആക്രിലിക്കിൻ്റെ ഗോൾഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.